ഹായ്, എല്ലാവർക്കും മാൻ യുണൈറ്റഡ് സ്റ്റുഡിയോന്റെ അടുത്ത എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ എന്ത് സംസാരിച്ചാലും അതൊരു പകുതിക്ക് വെച്ച് മുറിഞ്ഞു പോകാൻ പാടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു മുറിഞ്ഞു പോയ ഒരു ഭാഗത്തിന്റെ ബാക്കിയാണിത്. അതായത് കഴിഞ്ഞ നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോയിൽ ഒരു 4 പ്ലേയേഴ്സിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ പ്രകടനങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ റീസെന്റ് ആയിട്ട് അവർ പ്രീമിയർ ലീഗിൽ കളിച്ച മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി കളിച്ച പ്രകടനത്തെ അടിസ്ഥാനത്തിലാണ് നമ്മളൊരു ടോപ്പ് 4 പ്ലേയേഴ്സിനെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പ്രകടനങ്ങളിലേക്ക് മെച്ചപ്പെടുത്തേണ്ട രീതിയിൽ ഇനി മെച്ചപ്പെടുത്തി കഴിഞ്ഞാൽ കയറി വരാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ടൈപ്പ് പ്ലേയേഴ്സും കൂടി ഉണ്ട്. അതിൽ 5ാമത്തെ പൊസിഷൻ, 5ാം സ്ഥാനം അമാഡ് ഡിയാലോ. അമാഡ് ഡിയാലോ ഈ സീസണിലെ തുടക്കത്തിലെ ഒരു 2-3 കളി ഏറെക്കുറെ ബേൺലി ആയിട്ട് വരെ വളരെ ഡിസപ്പോയിന്റിങ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു അമാഡ് ഡിയാലോയുടെ ഭാഗത്തു നിന്നുള്ള. അപ്പോൾ എനിക്ക് തോന്നി ഇനി അമാഡ് ഡിയാലോ ഇവിടെ സർവൈവ് ചെയ്യില്ല, ഗർണാഞ്ചോയുടെ പോലെ പോവും എന്നൊക്കെ. പക്ഷെ പുള്ളിക്കാരൻ പതുക്കെ അഡാപ്റ്റ് ചെയ്ത് പതുക്കെ ലിങ്കപ്പ് ചെയ്ത് ഇപ്പോൾ എംബൂമയായിട്ട് ഏറ്റവും ബെസ്റ്റ് ലാസ്റ്റ് 2-3 കളികളിലൊക്കെ ഏറ്റവും അടിപൊളിയായിട്ട് ലിങ്കപ്പ് ചെയ്ത് കളിക്കാൻ ആൾക്ക് പറ്റുന്നുണ്ട്. ആളുടെ പൊസിഷൻ അല്ലാണ്ട് കൂടി അമാഡ് ഡിയാലോയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ റിട്ടേൺ ഹാൻഡിന്റെ കീഴിൽ പുള്ളിക്കാരൻ നേരിട്ടൊരു അവഗണനയുണ്ട് പല ടൈമിലും. അതിൽ നിന്ന് റിക്കവർ ചെയ്ത് പിന്നെ നെക്സ്റ്റ് ഒരു മാനേജർ വന്നപ്പോൾ ആളുടെ സ്റ്റൈലില് പുള്ളിക്കാരന്റെ പ്ലേയിങ് സ്റ്റൈലുമായിട്ട് ഡിഫറെൻ്റ് ആണ്. എന്നിട്ട് പോലും ആളിവിടെ നിന്ന് അഡാപ്റ്റ് ചെയ്യാൻ എടുക്കുന്നൊരു എഫേർട്ട് ഉണ്ട്. ആ എഫേർട്ട് ഈ ലാസ്റ്റ് കുറച്ച് മത്സരങ്ങളിൽ വളരെ നല്ല രീതിയിൽ പുള്ളിക്കാരൻ എടുത്തിട്ടുണ്ട്. ആള് ഡിഫൻസിലായാലും ആള് റണ്ണ് മേക്കുന്ന കാര്യത്തിലായാലും ആള് പാസ് കംപ്ലീറ്റ് ചെയ്യുന്ന കാര്യത്തിലായാലും വളരെ ബ്രില്യൻ്റ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫിനിഷിങ്ങിന്റെ കാര്യത്തിലായാലും ആള് നല്ലൊരു ഗോള്, ടോപ്പ് നോച്ച് ഒരു ഗോള് സ്കോർ ചെയ്തിട്ടുണ്ട് ഈ സീസണിൽ, ഈ ലാസ്റ്റ് റീസെന്റ് ഗെയിമിൽ. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ 5ാമത് ഒരു ഇംപ്രൂവിങ് പ്ലെയറിന്റെ ലിസ്റ്റിൽ ഫസ്റ്റ് വരുന്നൊരു പ്ലെയർ അമാഡ് ഡിയാലോ തന്നെയാണ്. ഇനി നെക്സ്റ്റ് 6ാമത് മത്തേസ് ക്യൂനിയ. മത്തേസ് ക്യൂനിയ എന്താണ് 6ാമത് പോയത് എന്നുള്ള ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം വന്ന ടൈമിൽ ആദ്യത്തെ 1-2 മത്സരങ്ങളിലെ പെർഫോമൻസ് വെച്ച് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു മത്തേസ് ക്യൂനിയ ഒരു പക്ഷേ എംബൂമയേക്കാൾ ബെറ്റർ ആയിട്ട് പെർഫോമൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ബട്ട് നേരെ തിരിച്ചാണ് ഉണ്ടായത്. പിന്നെ അതിന്റെ ഇടയിൽ പുള്ളിക്കാരനൊന്ന് പരിക്ക് വന്ന് 1-2 കളിയൊന്ന് മാറിയെന്നു എന്ന് തോന്നുന്നുണ്ടായിരുന്നു. പക്ഷേ മത്തേസ് ക്യൂനിയയിൽ നമ്മൾ പ്രതീക്ഷിച്ചൊരു പ്രകടനം വന്നിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ട്രൈ ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ്റെ മാക്സിമം പുള്ളിക്കാരൻ മിക്ക ഗെയിംസിലും ട്രൈ ചെയ്യുന്നുണ്ട്. ലിവർപൂളിന് എതിരായിട്ടുള്ള മാച്ചിൽ നമ്മൾ കണ്ടു, ബ്രൈറ്റനെതിരായിട്ട് നമ്മൾ കണ്ടു. നമ്മുടെ വിന്നിങ്ങിന്റെ ആ ടൈമിൽ പുള്ളിക്കാരൻ വളരെ മികച്ച രീതിയിൽ വർക്ക് റേറ്റ് എടുക്കുന്നുണ്ട്. പക്ഷെ ചില സമയങ്ങളിൽ അതൊന്ന് ഡ്രോപ്പായി പോകുന്നുണ്ട്. ചില ഡിസിഷൻ മേക്കിങ്ങിൽ, ചില ഡ്യുവൽസ് വോൺ ചെയ്യണമെങ്കിൽ, ചില ടൈമിൽ ഡിഫൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ പുള്ളിക്കാരൻ ചിലപ്പോൾ അതിൽ വീക്കായി പോകാറുണ്ട്. അത് ചില ടൈമിലുള്ള പെർഫോമൻസിനെയും ബാധിക്കാറുണ്ട്. അതാണ് പല ടൈമിലും പുള്ളിക്കാരൻ സബ്ബായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ എന്റെ അഭിപ്രായത്തിൽ ഇംപ്രൂവിങ് ആണ്. മേ ബി അടുത്ത ഒരു, എനിക്ക് തോന്നുന്നത് ഒരു ജനുവരിക്ക് ആകുമ്പോഴേക്കും ടോപ്പ് പ്ലെയറിന്റെ ലിസ്റ്റിലേക്ക് വരാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു പ്ലെയർ ആണ് മത്തേസ് ക്യൂനിയ. നെക്സ്റ്റ് നമ്പർ 7 ബ്രൂണോ ഫെർണാണ്ടസ്. കാരണം ബ്രൂണോ ഫെർണാണ്ടസിനെ കുറിച്ച് പുള്ളിക്കാരൻ ഒരുപാട് മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ട്. പുള്ളിക്കാരന്റെ ആ 2 പെനാൽറ്റി മിസ് ഇപ്പൊ നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിരുന്നു എന്നുള്ളത് നമ്മുടെ ഇപ്പോഴത്തെ സ്റ്റാൻഡിങ് പൊസിഷൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പുള്ളിക്കാരൻ കുറെ മിസ്റ്റേക്കുകൾ വരുത്തിയിട്ടുണ്ട്. പുള്ളിക്കാരന്റെ പൊസിഷനിലല്ല പുള്ളിക്കാരൻ ഒന്ന് കളിക്കുന്നത്. നമുക്ക് വേണ്ടി ഒരുപാട് ടൈമിൽ നമ്മളെ രക്ഷിച്ചിട്ടുള്ള ഒരു പ്ലെയർ ആണ് ബ്രൂണോ ഫെർണാണ്ടസ്. ഇന്നിപ്പോ ആളുടെ പൊസിഷൻ അല്ലെങ്കിൽ കൂടി ആള് 2 ഗോൾ അടിച്ചിട്ടുണ്ട്, 3 അസിസ്റ്റ് നൽകിയിട്ടുണ്ട്. ലിവർപൂളിനെതിരെയുള്ള ആ അസിസ്റ്റ് തന്നെ ബ്രില്യൻസ് ആണ്. അത് ബ്രൂണോ ഫെർണാണ്ടസ് അല്ല, വേറെ ഏത് പ്ലെയർ ആയാലും അങ്ങനെ ഒരു അസിസ്റ്റ് കിട്ടില്ല. പക്ഷെ പുള്ളിക്കാരൻ സ്ട്രഗ്ലിംഗ് ആണ്. കാരണം പുള്ളിക്കാരന്റെ ഒരു പൊസിഷൻ അല്ല അത്. അതുകൊണ്ട് പുള്ളിക്കാരൻ ഇപ്പോൾ സ്ട്രഗ്ലിംഗ് ആണെങ്കിൽ കൂടി മേ ബി ഈ സീസണിൽ പുള്ളിക്കാരൻ ആളൊരു ബെസ്റ്റ് പെർഫോമൻസ് എടുത്ത് കയറി വരാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ടോപ്പിലേക്ക് എത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. മേ ബി ഈ റീസെന്റ് ഡിസംബറിന്റെ ഉള്ളിൽ വരാനുള്ള പെർഫോമൻസിന്റെ ബേസിൽ മേ ബി ആള് ചിലപ്പോൾ കയറി വരും. കാരണം റീസെന്റ് ആയിട്ട് ആള് വളരെ നല്ല രീതിയിൽ വർക്ക് റേറ്റ് എടുത്ത് കളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇനി ഫൈനലി 8ാമത്തെ പൊസിഷൻ മഗ്വയർ. എന്തുകൊണ്ട് മഗ്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കളിയോ ഒറ്റ പെർഫോമൻസ് കൊണ്ട് മാത്രമല്ല മഗ്വയർ പരിക്കൊരു പ്രോബ്ലമാണ്. കാരണം അല്ലെങ്കിൽ ഈ ലിസ്റ്റിലേക്ക് കയറി വരാൻ പറ്റുന്ന ഒരാളായിരുന്നു മേസൺ മൗണ്ട്. പക്ഷെ പരിക്കൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അല്ലെങ്കിൽ ഫിസിക്കാലിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പ്രീമിയർ ലീഗിൽ
കണ്ടിന്യൂ ചെയ്ത് പോവുക എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അങ്ങനെ വെച്ച് മഗ്വയർ മൗണ്ടിനാട് ഫാർ ബെറ്റർ ആണ് കുറച്ചും കൂടി. മൗണ്ട് ഏറെക്കുറെ ഒരു 4 കളി കളിക്കും 10 കളി ഔട്ടാവും, വീണ്ടും 4 കളി കളിക്കും 10 കളി ഔട്ടാവും. അതാണ്. പക്ഷെ മഗ്വയർ അങ്ങനെയല്ല. പക്ഷെ മഗ്വയറിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു സോളിഡ് പെർഫോമൻസ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പുള്ളിക്കാരൻ കളിക്കുന്ന ടൈമിൽ പുള്ളിക്കാരൻ ആ ടൈപ്പ് പെർഫോമൻസ് ആൾ എടുക്കുന്നുണ്ട്. ഇപ്പം കുറച്ചും കൂടി, കാരണം ഗോൾ കീപ്പിങ്ങിൽ കുറച്ചും കൂടി സപ്പോർട്ട് വന്ന ഈ ഒരു സമയത്ത് ആൾ കുറച്ചും കൂടി ആളുടെ ബെറ്റർ പെർഫോമൻസ് കുറച്ചും കൂടി എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 8ാമത് മഗ്വയറിനെ വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഈ 8ൽ ഈ പൊസിഷനിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ് ലെനി യോറോ. ഒരു യങ്സ്റ്റർ ആണ്. നമ്മൾ അധികം ആരും സംസാരിച്ച് കേട്ടിട്ടില്ല ഈ പ്ലെയറിനെ കുറിച്ച്. പൊട്ടയും സംസാരിച്ചിട്ടില്ല, നല്ലതും സംസാരിച്ചിട്ടില്ല. പക്ഷെ ലെനി യോറോനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആൾ ഇത്രയും യങ്ങില് നമ്മുടെ ടീമിലേക്ക് വന്നിട്ട് ആൾക്ക് 2 മാനേജേഴ്സ്, ഇപ്പൊ 2ാമത്തെ മാനേജേഴ്സിന്റെ കീഴിൽ തീർത്തും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഫോർമേഷനിൽ ആൾ അഡാപ്റ്റ് ചെയ്തു. ആള് വളരെ സ്പീഡിൽ അഡാപ്റ്റ് ചെയ്തു. അതിനു വേണ്ടിയിട്ടുള്ള ട്രൈ നടത്തി. അതിനുള്ള എഫേർട്ട് ആൾ പിച്ചിൽ ഒരുപാട് ടൈമിൽ കോൺട്രിബ്യൂട്ടും ചെയ്യുന്നുണ്ട്. ബേസിക്കലി കുറച്ചും കൂടി നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ ഏറ്റവും നല്ല സോളിഡ് ആയിട്ടുള്ള പെർഫോമൻസ് നടത്തുന്ന കൂട്ടത്തിലുള്ള ഒരാളായിരിക്കും ലെനി യോറോ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പൊ ഇത്രയും പ്ലേയേഴ്സ് ആണ് നമ്മളെ ഇതുവരെയുള്ള പെർഫോമൻസിൽ ഒരുവിധം ഓക്കെ ആൻഡ് സൂപ്പർബ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് പ്ലേയേഴ്സ് ആണ്. മേസൺ മൗണ്ട് അതിൽ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. പക്ഷെ മേസൺ മൗണ്ടിനെ കുറിച്ച് ഞാൻ സംസാരിക്കാതെ ഇരിക്കുന്നത് കാരണം പുള്ളിക്കാരൻ കുറച്ച് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ഉള്ള മത്സരങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. ഇതുവരെയുള്ള പ്രകടനങ്ങളിൽ മേസൺ മൗണ്ട് ഒരു ഇമ്പോർട്ടന്റ് ആണ്. ആളുടെ എടുക്കുന്ന വർക്ക് റേറ്റ് വളരെ കൂടുതലാണ്. പക്ഷെ പുള്ളിക്കാരൻ ഈ പറയണോണം പരിക്കില്ലാതെ കിട്ടണം. എന്നാൽ മാത്രമേ നമുക്ക് ആളെ കുറിച്ചൊരു കൃത്യമായിട്ടുള്ള ഒരു കാര്യം പറയാൻ പറ്റുള്ളൂ. ഇനി വേറെ കുറച്ച് ആൾക്കാരെ കുറിച്ച് പറയാനുണ്ട്. നമ്മുടെ ടീമിൽ എങ്ങനെയെങ്കിലും ഒന്ന് നെക്സ്റ്റ് ടൈമിലെങ്കിലും ഒന്ന് പോയി കിട്ടിയാൽ സന്തോഷം എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇവന്മാരൊക്കെ എന്താണ് ചെയ്യുന്നത് എന്ന് പറയുന്ന തരത്തിലുള്ള കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്. ഇതിലൊന്നിലും പെടാത്ത കുറച്ച് പ്ലേയേഴ്സും കൂടി ഉണ്ട്. അപ്പൊ അവരെ കുറിച്ചുള്ള വീഡിയോ നമുക്ക് നെക്സ്റ്റ് ടൈമിൽ സംസാരിക്കാം. അപ്പൊ ഓക്കെ, ബൈ.